എൻ്റെ കുട്ടികൾ പോലും എന്നെ കാണാൻ പേടിയാണ്. ഇപ്പോഴും എൻ്റെ തല കണ്ടിട്ടില്ല. ഞാൻ വെള്ളിയാഴ്ച കണ്ടത്. ഈ 85 ദിവസമായിട്ട് വൈഫ് എൻ്റെ തല കാണിച്ചിട്ടില്ല. അവൾ കുളിപ്പിക്കും. കുട്ടികൾക്ക് ഇപ്പോഴും പേടിയാ. എൻ്റെ അടുത്ത് കിടക്കും, അച്ഛൻ ഞങ്ങൾ ഇവിടെ കിടക്കണില്ല. ഞാൻ വൈഫും 2 കുട്ടികളാ. ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 11 പെൺകുട്ടികളാ. അപ്പോൾ ഈ കുട്ടികൾ ഫൈനൽ ആനുവൽ എക്സാം എഴുതിയില്ല എന്ന് വെച്ചാൽ നമുക്ക് ആളില്ല കൊണ്ടുപോകാൻ. അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുമിച്ചാണ് എക്സാം എഴുതിച്ചത്. ബട്ട് ഫസ്റ്റ് ഡേ വൈഫിനെ വിളിച്ചിട്ട് ആൾ പറഞ്ഞിരുന്നു ആളെ കിട്ടുന്നു തോന്നണില്ല, സിവിയർ ഇൻഫെക്ഷൻ ആണ്, കാരണം എത്രമാത്രം ഉള്ളിലേക്ക് ഇത് കയറിയിട്ടുണ്ടെന്ന് അറിയില്ല. 2-3 സ്ഥലത്ത് ബോണൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ വൈഫ് എന്നെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൾ മിണ്ടിയില്ല, തനിയെ കരഞ്ഞ് ആള് റൂമിൽ തിരിച്ചു വന്നു. പക്ഷെ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ 14-ാം തീയതി സർജറി, 15-ാം തീയതി സർജറി, 16-ാം തീയതി, അങ്ങനെ കണ്ടിന്യൂസ് 8 സർജറി ചെയ്തു. അപ്പം നമുക്ക് ആകെ നമ്മൾ പെട്ടു എന്ന് പറയാം. പിന്നെ മെൻ്റൽ സ്ട്രഗിൾ, ഉറക്കൂല. പിന്നെ നമ്മൾക്കൊരു ട്രോമ സ്റ്റേജിലായിരുന്നു. ഇപ്പോഴും ആ ട്രോമ മാറിയിട്ടില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മീൻസ് കൺട്രോൾഡ് അല്ല ഞാൻ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടിയാ ശരിക്കും. എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ മിററില്ല, അവരെല്ലാം കളഞ്ഞു. ഏതാൾ ചെയ്താലും നമുക്ക് ന്യായവും നീതിയും നിയമവും സത്യമെല്ലാം ഉണ്ട്. അപ്പം ഏതറ്റം വരെ പോയി ഞാൻ ഈ നീതിക്ക് വേണ്ടി പോരാടും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം. ഇന്ന് ഞാൻ ഉള്ളത്, നമുക്ക് പണ്ട് കാർന്നോന്മാർ പറയാറുണ്ട് കഷണ്ടിക്കും കുശുമ്പിനും മരുന്നില്ല എന്ന്. പക്ഷേ എന്നാൽ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു എന്ന് വലിയ പരസ്യങ്ങൾ ബ്ലോഗേഴ്സൊക്കെ പോയി ചെയ്ത്, അങ്ങനെ മുടി വേണമെന്നൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, സ്വാഭാവികമാണ്. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഒരു ആശുപത്രിയിൽ ചെല്ലുന്നു. പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചത് നമുക്ക് ഹൃദയമുള്ളവർക്ക് വേദനിക്കുന്ന പല സംഭവങ്ങളാണ് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ തേടിയെത്തിയത്. അദ്ദേഹത്തിൻ്റെ അടുത്താണുള്ളത്. അദ്ദേഹത്തിന് പറയാൻ ഒത്തിരി വേദനകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ കുടുംബം സഹിക്കുന്നു? എന്താണ് സംഭവിച്ചത്? ഞാൻ ഫെബ്രുവരിയിൽ 26-27 ഞാൻ ഈ ട്രാൻസ്പ്ലാന്റേഷന് ചെന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ സെപ്റ്റംബറിൽ ഫേസ്ബുക്കിലൊരു പരസ്യം കണ്ടിട്ട് ആ എൻക്വയറി ക്ലിക്ക് ചെയ്തപ്പോൾ അവർ കണ്ടിന്യൂസ് അവരുടെ ഫോളോ അപ്പും, മീൻസ് അറിയാമല്ലോ അവർക്കൊരു ക്ലയൻറ്റിനെ കിട്ടി അവരത് മാക്സിമം ബിസിനസ് ആക്കി എടുക്കുമല്ലോ. അപ്പം അങ്ങനെ അവർ വിളിച്ചു. അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ സ്ഥലത്തിൽ ഹൈദരാബാദിലാണ്. അപ്പോൾ ഡോക്ടർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ തരാമെന്ന് പറഞ്ഞ് വാട്സപ്പ് ത്രൂ ഒരു കൺസൾട്ടേഷൻ തന്നു. അപ്പോൾ ആൾ പറഞ്ഞ ആംഗിളിലൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു. പിന്നെ എൻ്റെ തലയെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞു 3500 ഗ്രാഫ്റ്റിംഗ് വേണം. അപ്പോൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാറ് പറഞ്ഞു, അവൻ ഇപ്പോൾ ചെയ്യാനല്ല, ഞാൻ ജസ്റ്റ് ഒരു എൻക്വയറി നടത്തിയതാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, വീഡിയോ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡേറ്റ് പറഞ്ഞു. അപ്പോൾ അന്നൊരു കാര്യം ചെയ്ത് സാറ് അഡ്വാൻസ് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറഞ്ഞിട്ട് 3000 റുപ്പീസ് അയാളുടെ ഗൂഗിൾ പേയിലേക്ക് പേ നടത്തിക്കൊടുത്തു സെപ്റ്റംബറിൽ. അത് കഴിഞ്ഞവർ എനിക്ക് ഡിസംബറിൽ ഡേറ്റ് തന്നു. അപ്പോൾ ഡിസംബറിൽ എനിക്കൊരു പുറത്തൊരു ട്രിപ്പ് പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ജനുവരി തന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ മരിച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും മാറ്റി വെക്കേണ്ടി വന്നു. വീണ്ടും ഒരു ഫെബ്രുവരി തന്നു. മോൾക്കൊരു സർജറി വന്നു. വീണ്ടും അത് മാറ്റി വെക്കേണ്ടി വന്നു. ഈ 3 പ്രാവശ്യം മാറ്റി വെച്ചു എന്ന് വെച്ചാൽ എന്നിട്ടും ഞാനതിലേക്ക് എങ്ങനെയോ എനിക്കിത് വരാനിരിക്കുന്ന പോലെ അട്രാക്ട് ചെയ്ത പോലെയാണ് ഇപ്പോൾ സംഭവിച്ചത്. വീണ്ടും അവർ വിളിച്ചു പറഞ്ഞു, സാർ ഇനി നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. സാറിന് ഓൾറെഡി സെപ്റ്റംബറിൽ എൻക്വയറിയാണ്, നമുക്ക് ഇനി ഇത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ സെപ്റ്റംബർ 15 ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 18 മോളുടെ സർജറിയാണ്. അപ്പോൾ എനിക്ക് 1 വീക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല, കാരണം ഹോസ്പിറ്റലിൽ പോകണം. അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഞാൻ 19th കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഡേറ്റ് ചോദിച്ചു. 21, 22 ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, അത് ഓൾറെഡി ഞങ്ങൾക്ക് ബുക്കിംഗ് ആണ്, 26, 27 തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 27, 26 ഞാൻ സമ്മതിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട്സ്, ECG, ബ്ലഡ് ക്ലോട്ടിങ് ടൈം, ബ്ലീഡിങ് ടൈം, ഇതെല്ലാം റിപ്പോർട്ട്സ് വേണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഫെബ്രുവരി 24th 25th ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഡയബറ്റിക് ആണെങ്കിലും കൺട്രോൾഡ് ഡയബറ്റിക്കാണ്. എനിക്കൊരു 132 ആയിരുന്നു അന്ന് എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അപ്പോൾ ഞാൻ 25th അയച്ചിട്ടുണ്ട്, സാർ ഇത് ഓക്കെ ആണോ,
എനിക്ക് മീൻസ് അവർ ഫിറ്റ്നസ് തരണമല്ലോ. അപ്പോൾ സാർ ഓക്കെ ആണ്, നിങ്ങൾ രാവിലെ 9:30 ചെല്ലാൻ പറഞ്ഞു. ഞാൻ 9:30 ചെന്നു. ഞാൻ 9:30 ചെല്ലുമ്പോൾ ക്ലിനിക്ക് അടച്ചു കിടക്കുകയാണ്. ക്ലിനിക്കിൻ്റെ പുറത്തൊരു ലേഡി ഉണ്ട്, ഒരു പയ്യന് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ പയ്യൻ ഓൾറെഡി ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ലേഡിയുടെ അടുത്ത് മാം ഇവിടുത്തെ ഡോക്ടറാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ ശരത് സാറിൻ്റെ അസിസ്റ്റൻ്റാന്ന് മാത്രം പറഞ്ഞു, ഡോക്ടറാണോ അല്ലയോ എന്നവർ പറഞ്ഞില്ല. അപ്പോൾ ഈ പയ്യനോട് ചോദിച്ചു മോൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന്. ആ ചേട്ടാ ഞാൻ ഇന്നലെ ചെയ്തു, പക്ഷേ ഇന്നലെ ചെയ്തപ്പോൾ എനിക്ക് ബ്ലീഡിങ് കൂടിയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു, നാളെ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യനൊരു കുറച്ച് ഏരിയ മാത്രം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബ്ലീഡിങ് കൂടിയിട്ട് അത് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹറിബറി ആയിട്ട് ഈ ശരത് സാർ എന്ന് പറയുന്ന ആൾ വന്നു, വേഗം ക്ലിനിക്ക് ഓപ്പൺ ആക്കി. ഒരു പ്രൊസീജിയർ റൂമിലേക്ക് തലേന്ന് ചെയ്ത പയ്യൻ കയറി, അടുത്ത പ്രൊസീജിയർ റൂമിലേക്ക് എന്നെയും കയറ്റി. എന്നിട്ട് ഈ ലേഡി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഹെയർ ഒന്ന് ട്രിം ചെയ്യണം, എന്നിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് ഡോണർ ഏരിയ തലയുടെ ബാക്കിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ സമ്മതിച്ചു. അങ്ങനെ ഞാൻ പ്രൊസീജിയർ തുടങ്ങി. അപ്പോൾ ഒരു ഗ്രാഫ്റ്റ് എടുത്ത് ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് അവർ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് ശരത് കുമാർ എന്ന് പറയുന്ന ആൾ വന്നിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ലേഡി പറിച്ചു വെച്ചിരുന്ന മുടികളെല്ലാവരും സലൈൻ വാഷ് ചെയ്ത് ഇങ്ങനെ ഞാറ് നടുന്ന പോലെ ഒരു ട്രേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് ചെന്ന് എന്നെ ഇങ്ങനെ നിവർത്തി കിടത്തിയിട്ട്, ആദ്യം ഗ്രാഫ്റ്റ് എടുക്കുമ്പോൾ കമഴ്ന്ന് കിടന്നിട്ടാണ് ചെയ്യുക, നിവർത്തി കിടത്തിയിട്ട്. അപ്പോൾ ഭയങ്കര ഹെവി ലൈറ്റാണ്. അപ്പോൾ ലൈറ്റ് നമുക്ക് ഡിസ്റ്റർബഡ് ആവാതിരിക്കാൻ ഒരു ഹെവി ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് കിടത്തി. അപ്പോൾ ഇയാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ആളെന്നോട് കണ്ടിന്യൂസ് സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു 5:36 ഒക്കെ റൗണ്ട് ആയപ്പോൾ അന്നത്തെ എടുത്ത മുടികളെല്ലാം നട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അധികം സമയം നിന്നില്ല, ഞാൻ വേഗം തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവർ പറഞ്ഞു നാളെ രാവിലെ തന്നെ വരണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പിറ്റേന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ ഹെയർ എടുത്ത ലേഡി അവിടെ ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു സാർ ഞാനാണ് ഇന്ന് നടാനുള്ള മുടി എടുക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ വന്ന മാഡം ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അവർ 2 പ്രൊസീജിയറൊക്കെ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെർമനൻറ്റ് സ്റ്റാഫ് അല്ലാന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ ആളെ എന്നെ റൂമിൽ കൊണ്ടുപോയി. എനിക്ക് പറഞ്ഞ പോലെ മുടി എടുക്കാൻ വേണ്ടിയിട്ട് കമഴ്ന്ന് കിടക്കാൻ പറഞ്ഞു. കമഴ്ന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ ആ ടേബിളിൽ ഒരു ഹോളുണ്ട്. അപ്പോൾ നമുക്കിത് ഇറിറ്റേഷൻ മീൻസ് ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാനില്ലാത്ത ഞാനിങ്ങനെ ജസ്റ്റ് ആ ഹോളിൽ കൂടി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കി കിടക്കുക. ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ആളുടെ കാലിൻ്റെ ഈ 2 ഭാഗത്തും വലിയ വൂണ്ട് കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ടെൻഷൻ വന്നു, ഇയാൾക്ക് സോറിയാസിസ് ആണോ, എക്സിമയാണോ, ഡെർമറ്റൈറ്റിസ് ആണോ, എന്തോ ഒരു സ്കിൻ ഡിസീസ് ആണോ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അത്യാവശ്യം ഹെൽത്ത് ആൻഡ് വെൽനസ് ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ആളോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആളുടെ ഹെൽപ്പിങ്ങിനുണ്ടായിരുന്ന നേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു മാം സാറിന് വല്ല സ്കിൻ ഡിസീസ് ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞങ്ങൾക്ക് അറിയില്ല, നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ വൂണ്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ റിലാക്സ്ഡായി കിടന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അന്നും ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇയാൾ സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഇയാൾ കൈ വെച്ചപ്പോൾ ഭയങ്കര സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിക്കൻ്റെയോ ബീഫിൻ്റെയോ സ്മെല്ല്. ഞാനപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞു സാർ ഭയങ്കര ഇറിറ്റേറ്റഡ് സ്മെല്ലാണ്, നിങ്ങൾ ബീഫ് എന്തോ കഴിച്ചിട്ട് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാർ ഞാൻ ബീഫ് കഴിക്കില്ല, ചിക്കനാണ് കഴിച്ചതെന്ന് പറഞ്ഞു. എൻ്റെ ആൾ പുറത്തേക്ക് എനിക്ക് തോന്നുന്ന സാനിറ്റൈസ് എന്തോ ചെയ്ത് വന്നിട്ടാണ് പിന്നെ അടുത്ത് ചെയ്തത്. ഇങ്ങനെ ആളിത് ചെയ്തപ്പോൾ എൻ്റെ മൈൻഡിൽ ഫുൾ ഇതായോ ആൾക്ക് എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു. എങ്കിലും ഞാനവിടെ കിടന്നത് ചെയ്തു പോയി, പകുതിച്ചിട്ട് പോരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്ന ടൈമിൽ ഇയാൾ വീണ്ടും എൻ്റെ ഫൈനൽ ഹെയർ ലൈൻ വരച്ചു. ഈ ഫൈനൽ ഹെയർ ലൈൻ വരച്ചപ്പോൾ സനൽ സാർ മിറർ കൊണ്ട് തന്നിട്ട് പറഞ്ഞു സനൽ സാർ ഇത് കറക്റ്റാണോ നോക്കാൻ പറഞ്ഞു. അവൻ സാറേ എനിക്കറിയില്ല, നിങ്ങളാണ് ഇതിൽ എക്സ്പെർട്ട്, നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ അതിൽ ഒപ്പീനിയൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം സിസ്റ്റർ നിങ്ങളൊന്ന് നോക്കിയത് കറക്റ്റാണെന്ന്, കാരണം എനിക്ക് ലെഫ്റ്റ് ഐക്ക് വിഷൻ ഇല്ല എന്ന് എന്തോ പറഞ്ഞോളൂ, ലെഫ്റ്റോ റൈറ്റോ എനിക്കിപ്പോൾ ഓർമ്മയില്ല, എന്തോ ഒരു വിഷൻ പ്രോബ്ലം ഉണ്ട്. അതായത് ആൾ ഒരു ഹെവി പവറുള്ളൊരു ഗ്ലാസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് നല്ല രീതിയിലുള്ള കാഴ്ച വൈകല്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ ഇത് കംപ്ലീറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങി ഇയാളുടെ റൂമിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു സാർ നിങ്ങൾക്ക് എന്താണ് സ്കിൻ ഡിസീസ് ഉള്ളത്, നിങ്ങൾ ഇൻഫെക്റ്റഡ് ആയ പോലെ എനിക്ക് തോന്നുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ സാർ എനിക്ക് ക്രോണിക് എക്സിമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഗ്ലൗസൊക്കെ മാറ്റിയപ്പോൾ ആളുടെ കയ്യിലൊക്കെ ഫുള്ള് എക്സിമേൻ്റെ ഫുള്ള് പാച്ചസ് ഉണ്ട്, കാലിൽ സിവിയർ ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഞാൻ 27-ാം തീയതി ഈവനിങ് ഞാൻ അവിടെ നിന്ന് പോന്നു. 28-ാം തീയതി എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. 29 ഫെബ്രുവരി ആയിരുന്നു. മാർച്ച് 1 അപ്പം ഞാൻ 1 വീക്ക് റെസ്റ്റാണ്, 1 വീക്ക് പുറത്തേക്കൊന്നും പോകണ്ട, റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ റൂമിലാണ്, കാരണം കുട്ടികളൊന്നും ടച്ച് ചെയ്യണമെന്നോ ഈ റൂമിൽ ഞാൻ തനിച്ചാണ് കിടന്നത്. 1-ാം തീയതി രാത്രി ഒരു 1:58 ആയപ്പോൾ എനിക്ക് സിവിയർ പെയിൻ വന്ന് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഒരു നോർമൽ ഹെഡ് ഏക്കോ അങ്ങനെ ഡിസീസ് ഒന്നും വരുന്ന ആളല്ല, കാരണം 8 വർഷമായിട്ട് ഞാൻ ഒരു പ്രത്യേക ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ പോകണതുകൊണ്ട് എനിക്ക് അങ്ങനെ അസുഖങ്ങളോ മരുന്നോ ഒന്നും ഞാൻ അലോപ്പതി യൂസ് ചെയ്യാറില്ലായിരുന്നു.
അങ്ങനെ എഴുന്നേറ്റിട്ട് എനിക്ക് ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻ. അപ്പം ഞാൻ വൈഫും കുട്ടികളൊക്കെ ഉറങ്ങണേലേ അവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് നോക്കി ഞാൻ ഒറ്റക്ക് ജസ്റ്റ് പാട്ടൊക്കെ വെച്ച് കുറച്ച് റിലാക്സേഷൻ മ്യൂസിക്കും ഫ്രീക്വൻസി മ്യൂസിക്കൊക്കെ വെച്ച് ഇങ്ങനെയോ നേരം വെളുപ്പിച്ചെടുത്തു. എന്നിട്ട് രാവിലെ തന്നെ ആൾക്കാർ എൻ്റെ തലയുടെ പിക്ചർ ഇട്ട്, സാർ എനിക്ക് സിവിയർ പെയിനാണ്, അതായത് സൂയിസൈഡൽ പെയിനാണ് സാർ, അത്രയ്ക്ക് സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇട്ടു. ആളതിന് അത്ര കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. വീണ്ടും ഞാൻ 3-ാം തീയതി ഇട്ടു. 3-ാം തീയതി പെയിൻ വന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വൈഫിനോട് ഒന്നും തലവും നോക്കി വന്നപ്പോൾ ചില സ്ഥലത്തൊരു യെല്ലോ സ്പോട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് പഴുപ്പ് വരണതാണോ ഒന്നും നമുക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ഫോട്ടോ എടുത്ത് ആൾക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും അടുത്ത ദിവസവും ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും ചില സ്ഥലത്ത് നിന്ന് അപ്പോൾ കുട്ടികൾ മനസ്സിൽ ഇവിടെ നിന്ന് എന്തോ ഒരു സാധനം വരണുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് പസ്സും ഇതൊക്കെ ഡിസ്ചാർജ് ആയിട്ട് വന്നു തുടങ്ങി. ഈ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ ആൾ റെസ്പോണ്ട് ചെയ്യാതായപ്പോൾ ഞാൻ എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തതെന്നുള്ള രീതിയിൽ ഞാനൊരു ഇമോജി അയച്ചു. അപ്പോൾ ആളൊരു ഗുഡ് എന്ന് പറഞ്ഞൊരു ഇമോജി തിരിച്ചയച്ചു. അപ്പോൾ വീണ്ടും ഞാൻ ആളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സാറേ എനിക്ക് തീരെ വയ്യ സാറേ, എനിക്ക് ഭയങ്കര പെയിനാണ്, ഇത് ഇൻഫെക്റ്റഡ് ആയതാണോ, അതായത് ഇത്ര പെയിൻ വരില്ലല്ലോ, എന്തുകൊണ്ടാണ് ഈ ഡിസ്ചാർജ് വരണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ ചോദിച്ചു ക്യാൻ ഐ കോൾ എന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞപ്പോൾ ആളെനിക്ക് വിളിച്ചിട്ട് ആൾ എന്നോട് പറഞ്ഞു സാർ ഇത് എല്ലാവർക്കും പെയിൻ ഉണ്ടാവും. ഞാൻ സാർ നിങ്ങൾ പെയിൻ ഉണ്ടാവില്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞിരുന്നത്. ആളോട് ഞാൻ ചോദിച്ചു സാർ ഞാൻ സെൻസിറ്റീവാണ്, പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല സാർ, പെയിൻ ഇല്ല, നിങ്ങളുടെ ബോഡിയിൽ കുറേ ടാറ്റു ഉണ്ടല്ലോ, ടാറ്റു അടിക്കുന്ന പെയിൻ പോലും ഉണ്ടാവില്ല, അതപ്പോൾ ഓക്കെ, അത് മൈൽഡ് പെയിൻ അല്ലേ എന്ന് ഓർത്താണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നമ്മളെ റിസിപ്പിയൻ്റ് ഏരിയയിൽ നല്ല പെയിൻ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പെയിൻ ആയിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു സാർ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അയ്യോ വേണ്ട സാറേ പോകണ്ട, 7-ാം തീയതി നിങ്ങൾ ക്ലിനിക്കിൽ ഹെഡ് വാഷിന് വരുമല്ലോ, അപ്പോൾ നമുക്കത് കറക്റ്റ് ആവും എന്ന് പറഞ്ഞു. 7-ാം തീയതി ചെന്ന് ഹെഡ് വാഷ് ചെയ്തു. 7-ാം തീയതി ചെല്ലുമ്പോഴും എൻ്റെ തലയിൽ ഡിസ്ചാർജും പസ്സെല്ലാം ഉണ്ട്. ഇവരത് ഫോട്ടോ കൊടുത്ത് ശരത്തിന് ഹൈദരാബാദിലേക്ക് വാട്സപ്പ് ത്രൂ അയച്ച് അയാളുടെ ഒപ്പീനിയൻ അനുസരിച്ചാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഡെർമറ്റോളജിസ്റ്റും ഒരു നേഴ്സിംഗ് സ്റ്റാഫും കൂടെ എനിക്ക് ഹെഡ് വാഷ് ചെയ്തത്. ഒരു വാഷ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ഷാർപ്പൻ ഡിവൈസ് വെച്ച്, എനിക്ക് കണ്ണടച്ചുകൊണ്ട് കാണാൻ പറ്റില്ല, ഷാർപ്പൻ ഡിവൈസ് വെച്ച് അതൊക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞ് ഹെവി പ്രഷറിൽ വാട്ടർ സ്പ്രേ ചെയ്ത് തലയെല്ലാം വാഷ് ചെയ്ത് ബെറ്റാഡിനൊക്കെ വെച്ച് ക്ലീൻ ആക്കി അവരത് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് ഒരു ഫോട്ടോ കൊടുത്ത ആൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ പസ്സൊന്നും കാണില്ല എന്ന് വെച്ചാൽ ക്ലീൻ ആക്കിയതല്ലേ. എന്നിട്ട് ഒരു ഓയിൽമെൻറ്റ് വന്നു ഇത് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 3 ടൈംസ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തുള്ളൂ എന്ന് തോന്നുന്നു. കാരണം 12 ഉച്ചയോട് കൂടിയിട്ടാണ് തീർന്നത്. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ് ഞാൻ തല നോക്കുമ്പോൾ തല ഫുള്ള് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും സിവിയറായി. അപ്പോൾ വീണ്ടും ഞാനത് അയച്ചു കൊടുത്തു, സാർ ഇതുവാണ് കണ്ടീഷൻ. അപ്പോൾ ആൾ വീണ്ടും വിളിച്ചു, നാളെയും പൊക്കോളൂ സാർ, നാളെ അവിടെ സ്റ്റാഫിന് നിങ്ങളുടെ അടുത്ത് തന്നെയല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും 8-ാം തീയതി പോയി ചെയ്തു. വീണ്ടും 9th സൺഡേ ആണെന്നാണ് തോന്നുന്നു, ഡേ ആഫ്റ്റർ ടുമോറോ ചെല്ലാമോ. അങ്ങനെ 10-ാം തീയതി ഞാൻ ചെന്നു. 10-ാം തീയതി ചെല്ലുമ്പോഴേക്കും എനിക്ക് 132 ഷുഗർ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഇത്രയും ദിവസം പെയിൻ കൊണ്ട് കാര്യമായിട്ട് ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു സാർ എൻ്റെ ഷുഗർ ലെവൽ നോക്കിയപ്പോൾ 591 ആണ് ഫാസ്റ്റിംഗ് ഷുഗർ. അപ്പോൾ ഞാൻ സാർ എന്ത് ഇത്ര ഷൂട്ടപ്പ് ആണെന്ന് വെച്ചപ്പോൾ ആൾ തന്നെ റെസ്പോണ്ട് ചെയ്തു സാർ അത്. അപ്പോൾ ആളെന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്ക് ആദ്യത്തെ 5 ഡേയ്സ് കൂടാതെ എഗെയിൻ സ്റ്റിറോയിഡ് പെയിൻ കില്ലർ എല്ലാം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ തന്നു. അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വാങ്ങിയ പേയ്മെൻറ്റ് അടച്ച ലിസ്റ്റും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ ഈ കഴിച്ച ടാബ്ലറ്റ് ഷുഗർ ഷൂട്ടപ്പ് ആക്കുമെന്ന് ആൾ തന്നെ പറഞ്ഞിട്ട് ആൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യിച്ചു എന്നെ കൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 10-ാം തീയതി ഞാൻ പോയിട്ട് അവിടെ പോയി എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നേരെ ലൂർദിൽ പോയി അഡ്മിറ്റായി. ലൂർദിൽ അഡ്മിറ്റായി. അവിടെ ഒരു നവ്യ എന്ന് പറയുന്ന മാമുണ്ട്, എൻഡോക്രൈനോളജിയാണ്. അപ്പോൾ എനിക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ നവ്യ മാമ് പറഞ്ഞു ഇതാണ് ടാബ്ലറ്റ്സ് കഴിച്ചു, അയ്യോ ഇത്രയും ഇതുള്ള സ്റ്റിറോയിഡ് നിങ്ങൾ ഇത്രയും ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ വൈറ്റൽസും ഷൂട്ടാവും. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കൽ പോലും BP വന്നിട്ടില്ല എന്ന് വെച്ചാൽ എന്നും 120/80 നിൽക്കണം ഞാൻ. ആ സമയത്ത് 200 ആണ് BPൻ്റെ ഇത് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഈ സ്റ്റിറോയിഡിൻ്റെ ആണ്. പിന്നെ അതെന്നുണ്ടെങ്കിൽ നല്ല ഇൻഫെക്ഷനും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ വരുമ്പോഴും സ്റ്റിറോയിഡ് എടുക്കുമ്പോഴും ഷുഗറും ഇതെല്ലാം ഷൂട്ടപ്പ് ആവും. അതുപോലെ കുറേ നമ്മളെ ബോഡി പാരാമീറ്റേഴ്സ് വെരി ചെയ്യും. അങ്ങനെ അവർ അഡ്മിറ്റ് ചെയ്തിട്ട് 12-ാം തീയതി ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇയാളിനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ എനിക്ക് സിവിയർ പെയിനാണ്, ഇവരെനിക്ക് ഹെവി പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ തന്നിട്ട് പോലും പെയിൻ മാറിയില്ല സാർ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇയാളൊരു 6 മണിയായപ്പോഴാണ് ഇയാളതിന് റിപ്ലൈ തന്നത്. സാർ ഡേ ആഫ്റ്റർ ടുമോറോ വി ക്യാൻ മീറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഏതോ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് അവിടെ എനിക്ക് വൈകുന്നേരത്തേക്ക് പ്ലാസ്റ്റിക് സർജൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ വന്ന് ശരിയാക്കി തരും എന്ന് വിളിച്ചു. ഞാൻ സാർ ഇപ്പോൾ ഞാൻ അഡ്മിറ്റാണ്, ഇവിടെ നിന്ന് എനിക്ക് വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നവ്യ മാമിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല ഈ കണ്ടീഷനിൽ, ഞാൻ പ്ലാസ്റ്റിക് സർജനെയും കൂടി കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഔട്ട് പാസ് തരാം, നിങ്ങൾ പോയി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പോയി അവരുടെ പ്രൊസീജിയർ ചെയ്ത് വരാൻ പറഞ്ഞു. ഈ 12-ാം തീയതിയാണ് പ്ലാസ്റ്റിക് സർജനായിട്ടുള്ള ചാക്കോ സിറിയക് സാർ വരുന്നത് എന്നെ കാണാൻ. തല ഓപ്പണാക്കി കാണുകയല്ല, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് കഴിച്ചു. പക്ഷെ എൻ്റെ അടുത്ത് ആളൊന്നും പറഞ്ഞില്ല. എന്നോട് ചോദിച്ചു
എവിടെയാണ് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഇങ്ങനെ കേരളത്തിൽ ആരും ഇല്ലായിരുന്നില്ല, ഹൈദരാബാദിൽ പോയി ചെയ്യാൻ. ഞാൻ ഹൈദരാബാദിലല്ല സാർ, ഹൈദരാബാദിൽ ഇവിടെ വന്നാൽ ചെയ്തതെന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ആൾ എന്നെ അന്ന് പാനിക്കാക്കാതിരിക്കണമെന്നും പറഞ്ഞില്ല. ആൾ എനിക്കപ്പം ഒരു ഇഞ്ചക്ഷൻ തന്നു. അന്ന് മാത്രമാണ് ഞാൻ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒന്ന് ഉറങ്ങിയത്. പെയിൻ ഫുള്ളി റിലീഫായി ഞാൻ കിടന്ന് ഉറങ്ങി. രാവിലെ ആൾ പറഞ്ഞു സർജറിക്ക് റെഡി ആയിക്കോളാൻ പറഞ്ഞു. രാവിലെ ഞാൻ രാത്രി 8:30 മുതൽ ഭക്ഷണം കഴിക്കാതെ NPO ആയിട്ട് രാവിലെ സർജറിക്ക് റെഡിയായി കിടന്നു. തിയേറ്ററിൽ ചെന്നിട്ട് അവരിത് നോക്കുമ്പോഴാണ് എൻ്റെ തലയിൽ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ അവിടുത്തെ സ്കിന്നും ഫ്ലഷൊന്നുമില്ല, എൻ്റെ സ്കാൽപ്പും ബോണെല്ലാം പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അനസ്തേഷ്യയിലാണ്, എനിക്കൊന്നും കാണില്ല. പിന്നെ ഞാൻ വരുമ്പോൾ അവരിതൊക്കെ കവർ ചെയ്ത് ഫുൾ ഒട്ടിച്ച് വെച്ചേക്കാണ്, എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. ബട്ട് ഫസ്റ്റ് ഡേ വൈഫിനെ വിളിച്ചിട്ട് ആൾ പറഞ്ഞിരുന്നു ആളെ കിട്ടുന്നു തോന്നണില്ല, സിവിയർ ഇൻഫെക്ഷനാണ്. കാരണം എത്രമാത്രം ഉള്ളിലേക്ക് ഇത് കയറിയിട്ടുണ്ടെന്ന് അറിയില്ല, 2-3 സ്ഥലത്ത് ബോണൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ആളെ കിട്ടുന്നു പ്രതീക്ഷയില്ല എന്ന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ വൈഫ് എന്നെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൾ മിണ്ടിയില്ല, തനിയെ കരഞ്ഞ് ആൾ റൂമിൽ തിരിച്ചു വന്നു. പക്ഷെ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ 14-ാം തീയതി സർജറി, 15-ാം തീയതി സർജറി, 16-ാം തീയതി, അങ്ങനെ കണ്ടിന്യൂസ് 8 സർജറി ചെയ്തു. ഈ 8 സർജറി ചെയ്ത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 2-ാം തീയതി 21 ദിവസം ഹോസ്പിറ്റലൈസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ആ സമയത്ത് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോകണൊക്കെ അവിടെ തന്നെയാണ്. കാരണം ഈ മെഷീൻ പോലത്തെ ഒരു മെഷീൻ അവിടെ വോളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് എന്നെ കണക്ട് ചെയ്ത് കിടത്തിയേക്കുക. അപ്പോൾ ജസ്റ്റ് എഴുന്നേക്കുക, മറ്റേ ചെയർ കമ്മോഡിൽ യൂറിൻ പാസ് ഇതൊക്കെ ചെയ്യുക. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കിടന്നിരുന്നത്. ആ സമയത്ത് എനിക്ക് സൗണ്ട് കേൾക്കാൻ വയ്യ, ലൈറ്റ് കാണാൻ വയ്യ, ഒരു ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് കേട്ടാൽ ഒരു ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ നോർമലി കഴിക്കുന്നത് കുക്കുംബർ, പച്ചപ്പേരക്ക, അങ്ങനത്തെ ഫുഡ് മാത്രമേ എനിക്ക് പറ്റുള്ളായിരുന്നു. അങ്ങനെ ഏപ്രിൽ 2-ാം തീയതി ഞാൻ ഡിസ്ചാർജ് ആയിട്ട് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് വൈഫിനെ എല്ലാം കൂടി നോക്കാൻ പറ്റില്ല, അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈഫ് ഹൗസിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ഇടയ്ക്ക് വിസിറ്റിന് ലൂർദിൽ ചെല്ലാറുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളവിടെ ഒരു 17 ദിവസം അവിടെ നിന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തലയിൽ. അപ്പം എനിക്ക് നടക്കാൻ പറ്റില്ല, കാരണം ഫുള്ള് ബ്ലഡും പെയിൻ ആയിരുന്നു ഇവിടെ. അങ്ങനെ ഒരു 17 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 20 ഈസ്റ്റർ കഴിഞ്ഞ മൺഡേ ഞാൻ വീണ്ടും അടുത്ത സർജറിക്ക് പോയി. വീണ്ടും അവിടെ ഒരു 3 ദിവസം ലൂർദിൽ തന്നെ വീണ്ടും 3 ദിവസം കിടന്ന് ഡിസ്ചാർജ് ചെയ്തു. വീണ്ടും നെക്സ്റ്റ് മൺഡേ പോകും. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ മൺഡേയിലാണ് ഇത് അഴിക്കുക അവരെ. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി ഹോസ്പിറ്റലിൽ ഇത്ര ദിവസം കണ്ടിന്യൂസ് കിടക്കണ്ട, നിങ്ങൾ ഇത്ര നാൾ കിടന്നില്ലേ, നിങ്ങൾ വീട്ടിൽ നന്നായിട്ട് നോക്കിയിട്ട് ഈ വാക്വം മെഷീൻ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന്, ഡെയിലി റെൻറ്റ് കൊടുക്കണം അതിന്. അങ്ങനെ ഈ മെഷീൻ അറേഞ്ച് ചെയ്ത് സാറ് തന്നു. പിന്നെ എല്ലാ വീക്കും ഞാൻ പോയിട്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൾപ്പെടെ 13 സർജറി കഴിഞ്ഞു. 13 സർജറി കഴിഞ്ഞു ഈ തലയിൽ കഴിഞ്ഞു. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ ഒരു ഏരിയയിൽ മാത്രം 13 സർജറി. ഈ 13 സർജറി ചെയ്തിട്ടും അവിടെ 3 സ്ഥലത്തും കൂടെ ബോൺ എക്സ്പോസ്ഡാണ്. അതിൻ്റെ പിക്ചറെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ബോൺ എക്സ്പോസ്ഡ് ആയ ഏരിയയിൽ ഇനിയിപ്പോൾ ഞാനിപ്പോൾ സ്കിന്നൊക്കെ ഷേവ് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചാൽ ഏത് സമയത്താണ് സാറത് എടുത്ത് വെക്കണേന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഓരോ തീയലും വേണ്ട, 2 കാലം ഏത് കാലിൽ നിറക്കണേന്ന് അറിയില്ല. അപ്പോൾ അവരത് ഷേവ് ചെയ്തിട്ടാണ് അവർ തിയേറ്ററിൽ കയറ്റുക. പക്ഷെ ഇപ്പോൾ ആൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ വെനസ്ഡേ എനിക്ക് പോകണം. ഇപ്പോൾ സാറ് എന്ന് വെച്ചാൽ ഓരോ ദിവസവും എൻ്റെ തലയുടെ പിക്ചർ ഞാൻ അയക്കും. സാറ് അപ്പം തന്നെ എൻ്റെ അപ്ഡേഷൻസ് തരും. കാരണം ആൾക്കെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൻ്റെ ഇതറിയാം. ആൾക്കെന്ന് വെച്ചാൽ അത്രയും ലൈഫ് ത്രെട്ടണിങ് ആയിരുന്നു. അപ്പോൾ ആളത് നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട്, വെനസ്ഡേ വരൂട്ട രാവിലെ, എന്നിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ ഇനി ഈ ഫുള്ള് ബോൺ കവേർഡ് ആയാൽ മാത്രമേ നമുക്ക് കുറച്ച് ഹാർഡ് സ്കിന്ന് വെച്ചാലേ നമുക്കത് വൂണ്ടൊന്നും വരാതെ ഇൻഫെക്റ്റഡ് ആവാതെ ഇരിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഹെയർ ഇരിക്കുന്ന ഔട്ടർ സ്കിൻ ഉണ്ടല്ലോ, ആ സ്കിൻ വെച്ച് കവർ ചെയ്യണം. ഇപ്പോൾ ഉള്ള തിൻ സ്കിന്നാണ് ഇവിടുത്തെ. ഇപ്പോൾ നമ്മൾ സ്ക്രാച്ച് ആയാലും അത് പൊട്ടിപ്പോവും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ഈ വാക്വം മെഷീൻ കണക്ട് ചെയ്ത് നമ്മൾ വരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത സ്കിൻ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞാൽ വീണ്ടും 3 വീക്സും കൂടി മെഷീൻ വെക്കണം. അപ്പോൾ നമുക്കൊന്ന് കേസ് ഫയൽ ചെയ്യാൻ പോകാനോ മീഡിയാസിനെ ഇൻഫോം ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പറ്റില്ല, സിവിയർ പെയിൻ. പിന്നെ ഇത് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഞാനും വൈഫും 2 കുട്ടികളാണ്, ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 11 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ ആനുവൽ എക്സാം എഴുതിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആളില്ല കൊണ്ടുപോകാൻ. അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുമിച്ചാണ് എക്സാം എഴുതിച്ചത്. അതിനിടയ്ക്ക് നമ്മളെ അമ്മക്ക് വിഷൻ പ്രോബ്ലം ഉള്ളതാണ്, ഏജിലാണ് 78 ഇയേഴ്സ് ഉണ്ട്. ഇവിടെ അമ്മേനെ നോക്കാൻ ആളില്ല. അങ്ങനെ അമ്മേനെ നമ്മൾ സിസ്റ്റേഴ്സും അമ്മയുടെ അനിയത്തിമാരൊക്കെ മാറി മാറി നോക്കി. അപ്പം അങ്ങനെ കുറേ ട്രാജഡി. ഓഫീസ് തുറന്നിട്ടാണെങ്കിൽ കുറേ ദിവസമായി. അപ്പം നമുക്ക് ആകെ നമ്മൾ പെട്ടു എന്ന് പറയാം.
പിന്നെ മെൻ്റൽ സ്ട്രഗിൾ, ഉറക്കൂല, പിന്നെ നമ്മൾക്കൊരു ട്രോമ സ്റ്റേജിലായിരുന്നു. ഇപ്പോഴും ആ ട്രോമ മാറിയിട്ടില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മീൻസ് കൺട്രോൾഡ് അല്ല, ഞാൻ ഇമോഷണലി ഇൻകോണ്ടിനൻസ് പോലെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരച്ചിൽ വരിക. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടിയാ ശരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ടോ? അതായത് പോയപ്പം ഡോക്ടർമാർ ഇത് എന്താണ് ഇത് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാലേ ലൂർദിൽ ചെന്നവർ ഫസ്റ്റ് സർജറിക്ക് ഇതിൻ്റെ കൾച്ചർ ചെയ്യാൻ വിട്ടു. അപ്പം നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നൊരു ഇൻഫെക്ഷനാണ്. അപ്പോൾ ഈ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് അവർ ചെയ്ത ഇക്വിപ്മെൻസിൽ നിന്ന് വരാം. എനിക്കിപ്പോൾ അവരുടെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഡയബറ്റിക് ആണ്, എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി കുറേ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു, അങ്ങനെ ഡയബറ്റിക് കൂടിയിട്ട് വന്നു എന്ന് പറഞ്ഞു. എൻ്റെ ബോഡിയിൽ ഡയബറ്റിക് കൂടിയിട്ടൊരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് ഫ്രണ്ടിൽ മാത്രമല്ലല്ലോ, ബാക്കിൽ ഫുൾ ഡോണർ ഏരിയയിൽ വരണ്ടേ. അവിടെ ഈ ഡോണർ ഏരിയയാണ് ഞാൻ ടച്ച് ചെയ്യുക ഡെയിലി. റെസിപ്പിയൻ്റ് ഏരിയ ടച്ച് ചെയ്യില്ല, ജസ്റ്റ് സ്പ്രേ ചെയ്യുള്ളൂ. അവർ തന്ന സലൈൻ സ്പ്രേ ചെയ്യും. ഈ ഏരിയ ഞാൻ ഡെയിലി വാഷ് ചെയ്ത് അവിടെ മരുന്ന് വയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇൻഫെക്ഷൻ ആണ്, എൻ്റെ ബോഡി ഡയബറ്റിക് ആണെങ്കിൽ ഈ രണ്ട് സൈഡിലും വരണമല്ലോ. അങ്ങനെയാണ് ഇതൊക്കെ തെളിവല്ലേ ഇപ്പോൾ? ഇപ്പം ഇത് ചെയ്തു, എന്താണ് വന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ ഫോൾട്ട് കൊണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും നാൾ ട്രസ്റ്റഡ് ആയിട്ട് ഒരാളുടെ അടുത്ത് പോയി ചെയ്തു, ഈ ഇൻഫെക്ഷൻ വന്ന് ഇവർ റെസ്പോണ്ട് ചെയ്യണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ നെഗറ്റീവ് തോട്ട്സ് ആയി. പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ അവിടെ ചെയ്ത റൂം എങ്ങനെയായിരുന്നു, അങ്ങനെ ഓരോന്നും ഞാൻ അസസ് ചെയ്തു. ഇവിടെ ഇപ്പം സാമ്പത്തികമായിട്ടുള്ള നഷ്ടം അല്ലേ, ശാരീരികമായിട്ടുള്ള പ്രശ്നം, അതിനേക്കാളും ഉപരി അതാണ് പറയാം, മെൻ്റലായിട്ട് മെൻ്റലി തകർന്നു പോയി, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്, വൈഫ് എല്ലാം അറിഞ്ഞു, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വൈഫിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴും ആലോചിക്കുമ്പോൾ താങ്കൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്നും കൂടെ നിൽക്കുന്ന വൈഫിൻ്റെ അടുത്താണ് ഡോക്ടർ ഇനി തിരിച്ചു കിട്ടുന്നത്. ആ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്തിപ്പോൾ വന്നു എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമാണ് കേട്ടോ. അത്ഭുതമാണ് നിങ്ങൾ. എൻ്റെ കുട്ടികൾ പോലും എന്നെ കാണാൻ പേടിയാണ്. ഇപ്പോഴും അവർ എൻ്റെ തല കണ്ടിട്ടില്ല. ഞാൻ വെള്ളിയാഴ്ച കണ്ടത്. ഈ 85 ദിവസമായിട്ട് വൈഫ് എൻ്റെ തല കാണിച്ചിട്ടില്ല. അവൾ കുളിപ്പിക്കും, ആള് എന്നെ ഡ്രസ്സ് ചെയ്യും. എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ മിററില്ല, അവരെല്ലാം കളഞ്ഞു കൊടുത്തു. കാരണം ഞാൻ മീൻസ് അവിടെ നിന്നപ്പോൾ കാരണം ബാത്റൂമിൽ മിററില്ല, ബെഡ്റൂമിൽ മിററില്ല. ഞാൻ ചെല്ലണേന് അമ്മയും അച്ഛനും കുട്ടികളും അവിടുത്തെ പണിക്കാരനും കൂടെ കൂടി അതൊക്കെ അഴിച്ചവർ മാറ്റി വെച്ചു, നമ്മൾ കാണാതിരിക്കാൻ. അപ്പം ഞാൻ പിന്നെ എനിക്ക് കാണാണ്ട് വൈഫിനായിട്ട് ഇപ്പം അത് കാണാണ്ടാട്ടോ, ഇപ്പം ലൈഫ് തിരിച്ചു കിട്ടിയില്ല, നമ്മളിനി അതിനെക്കുറിച്ച് ഓർക്കണ്ട, എന്ത് വൈരൂപ്യാണെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം, എത്രയോ മാർഗ്ഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവളെ എന്നെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഞാനത് അക്സെപ്റ്റായി. പക്ഷേ ഈ വെള്ളിയാഴ്ച ചെന്നപ്പോൾ സാറ് പറഞ്ഞു, സനിൽ തിയേറ്ററിൽ വന്നതിന് മുമ്പ് ഷാമ്പൂ ഇട്ട് ശരിക്കും തല വാഷ് ചെയ്യണം, കാരണം അവർ ഓപ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ഫിലിം കണ്ടു അവിടെ, ഈ ഫിലിമിൻ്റെ പശ ഉണ്ടാവും, അപ്പോൾ ശരിക്കും വാഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നിട്ട് ഞാൻ ആ റൂമിൻ്റെ ബാത്റൂമിൻ്റെ ഡോറ് തുറക്കല്ല, ഫ്രണ്ടിൽ മിറർ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ തലകുനിച്ച് കയറുമ്പോൾ ഞാൻ പ്രീതി എൻ്റെ തല ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നേട്ടാ ഈ തല കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇതൊന്നും അല്ല ഫസ്റ്റത്തെ അവസ്ഥ, ഇത് ഇത്ര ദിവസം കൊണ്ട് അത് ഇത്ര അതിൻ്റെ 4-1 അംശമുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു ധൈര്യം വന്നു, അവളൊക്കെ ഇത് കണ്ടില്ല, ഇത്ര അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ നേഴ്സ് കുട്ടികളാണ്. ഒരു സോണറ്റ് എന്ന് പറയുന്ന നേഴ്സും ഒരു റീന എന്ന് പറയുന്ന ഒരു 10-22-23 വയസ്സുള്ള കുട്ടികളാണ് എന്നെ കുളിപ്പിക്കുക. കാരണം ഈ തലയും ഇപ്പോൾ 10-12 ദിവസം കെട്ടി വെച്ചിട്ടാണ് ഈ കാലും തലയും ഒരു ദിവസം അവർ അഴിച്ചപ്പോൾ ഞാൻ വല്ലാണ്ട് തല കണ്ടില്ല, കാല് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പിടിവിട്ടു. അപ്പം ഞാൻ അവിടുത്തെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഇൻചാർജ് ഉണ്ട്, ഒരു റോഷ്നി എന്ന് പറഞ്ഞ വയസ്സായ ഒരു സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഈ കാലും തലയൊക്കെ എനിക്ക് കുളിക്കാനോ എൻ്റെ വൈഫിന് ചെയ്യാനോ പറ്റില്ല എന്ന് കരഞ്ഞു. അങ്ങനെ അവിടുത്തെ നേഴ്സുമാരാണ് എന്നെ 2-3 ദിവസം കുളിപ്പിക്കുന്നത്. കാരണം ആ കുട്ടികളുടെ മുന്നിൽ ഞാൻ ഒരു ഞാൻ സിസ്റ്റർ എനിക്ക് ടെൻഷനാണ്, ചേട്ടാ ടെൻഷനാണ് ചേട്ടാ, ഞങ്ങൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ അത്രയും നല്ല രീതിയിൽ എനിക്ക് കാലും തലയൊക്കെ കഴുകി എൻ്റെ. അപ്പോൾ എനിക്ക് മുഖത്തൊക്കെ വെള്ളം വീഴുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടെന്ന് വെച്ചാൽ ഒരു ട്രോമയാണ്. അപ്പോൾ അവരോട് ഞാൻ സിസ്റ്റർ ഞാൻ പുറത്ത് പോയി നിൽക്കട്ടെ കുറച്ച് നേരം, എന്നിട്ട് ബാത്റൂമിൽ നിന്ന് നനഞ്ഞ വഴി ഞാൻ പോയിട്ട് റൂമിൽ ഫാൻ ഇട്ടിട്ട് നിൽക്കും. അതുപോലത്തെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് പോലെ ആയിരുന്നു, അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഇതൊക്കെ ഈ വൂണ്ട് ശരിക്കും ഉരച്ച് കഴുകും. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു നോർമൽ പെയിനോ അങ്ങനത്തെ ഒന്നും വരാത്ത എനിക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്താണിത്. അത്ര പെയിനായിരുന്നു എനിക്ക് ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചത്. അങ്ങനെ അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയിട്ട് അപ്പോൾ എനിക്ക് വിചാരിച്ചു, നമ്മൾ ഈ ഒരു ഫീൽഡിലുള്ളപ്പോൾ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ പലരും വിളിക്കുമ്പോൾ പറയൂ എൻ്റെ മോൻ ചെയ്യാൻ വേണ്ടി വീട്ടിൽ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും പണ്ട് പറയും എന്ന് വെച്ചാൽ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നുള്ള പോളിസിയാണ് പറയുക. നമ്മളെപ്പോഴും നല്ല അപ്പിയറൻസിൽ പോകണം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കുറച്ച് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ വർഷം കഴിയുന്നതോറും വീണ്ടും കയറി ഇനി നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഡോണർ ഏരിയയിൽ മുടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇപ്പോഴേ അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതെൻ്റെ ഒരു ഫോൾട്ട്, ചെയ്യാമെന്ന് വിചാരിച്ചതല്ല ഫോൾട്ട്. ഇങ്ങനൊരു സെറ്റപ്പിൽ ചെന്ന് പെട്ടത്. ഈ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക് എന്നാണ്, പനമ്പള്ളി നഗർ തേർഡ് ക്രോസ് പനമ്പള്ളി നഗറിലല്ലേ. അവരാണ്
അവരാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയത്. അല്ലേ? കേസുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ നമ്മൾ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ഞാൻ കേസ് ഫയൽ ചെയ്യാനും ഇപ്പോൾ ചാനലിലൊക്കെ കൊടുക്കാൻ ഇത്രയും ധൃതി കൂട്ടാൻ കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് കോഴിക്കോട് നിന്ന് എൻ്റെ ഒരു ക്ലയൻറ്റ് ഒരു ന്യൂസ് അയച്ചു തന്നു. കാൺപൂരിൽ ഒരു ഡെൻറ്റിസ്റ്റ് ലേഡി 2 എഞ്ചിനീയേഴ്സ് പയ്യന്മാർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 2 പേരും മരിച്ചുപോയി. അപ്പോൾ അവർ അന്വേഷിച്ച് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ ന്യൂസുകൾ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കേരളത്തിൽ ഇതുപോലെ എത്രയോ ആൾക്കാർക്ക് ഇതുപോലെ വന്നിട്ടുണ്ടാവാം, പലരും അത് ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് മീഡിയാസോ പുറം ലോകം അറിയാതെ പോയിട്ടുണ്ടാവാം. അല്ല, നിങ്ങൾ ചെയ്തത് നന്നായിട്ട്. ഇത് പുറം ലോകം അറിയിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു ഡോക്ടറും പറഞ്ഞു, ഇപ്പോൾ എന്നെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടർ പഠിച്ച മെഡിക്കൽ കോളേജിൽ ഒരു MBBS സ്റ്റുഡൻറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ആൾ മരിച്ചുപോയി. തമിഴ്നാട്ടിൽ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കുറേ വർഷം ബാൻ ചെയ്തേക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുള്ള ചിന്താഗതി എന്നെ അലട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്നെ കാണുന്നവരൊക്കെ നിങ്ങൾ എത്ര ഹാപ്പിയാ? അപ്പം ഞാൻ പറയും ഇപ്പം ഹാപ്പിയാണ്, ബട്ട് പല രാത്രികളും ഞാൻ എഴുന്നേറ്റിരിക്കും, ഒറ്റയ്ക്കിരുന്ന് കരയും. എന്നിട്ട് വൈഫിനോട് എനിക്കെന്തോ പെട്ടെന്ന് ടെൻഷൻ വരണു. ഇപ്പം എന്തുമാത്രം വൈഫ് വേദനിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വൈഫും മാറിയിരുന്ന് കരയുന്നുണ്ടാവും. പിന്നെ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ കൂടും. അപ്പോൾ എന്തുമാത്രം വൈഫ് വേദനിച്ചു, കുട്ടികൾ എന്തുമാത്രം ദുഃഖിച്ചു അല്ലേ? ആ ഒരു അവസ്ഥ വല്ലാത്ത ഇപ്പോഴും പേടി. എൻ്റെ അടുത്ത് കിടക്കും, അച്ഛൻ ഞങ്ങളിവിടെ കിടക്കണില്ല. ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്, ഇപ്പോൾ ഒരുപാട് പിള്ളേർ എനിക്കറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ, അപ്പോൾ ഞാനിപ്പോൾ ദുബായിലാണ്, അവനിപ്പോൾ ലീവിന് വരുമ്പോൾ അമ്മ ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ അമ്മ? അപ്പോൾ കുറേ പേര്, ഇന്നിപ്പോൾ ഒരു മുൻപത്തുള്ളൊരു എനിക്ക് പരിചയമുള്ളൊരു പോലീസുകാരനാണ്. അപ്പോൾ ആൾ ചുമ്മാ എന്നെ വിളിച്ചു, നല്ല എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു അപ്പോൾ നീ തന്നെ വിളിക്കാറൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഒരു ട്രാജഡിയിലായിരുന്നു, അപ്പോൾ എൻ്റെ മകൻ വീട്ടിൽ ഒച്ചപ്പാടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. ഞാൻ സാറ് വരുമ്പോൾ അവനെയും കൂടി കൂട്ടി വാ, കാരണം ഞാൻ കാണിച്ചു കൊടുക്കാം ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന്. എന്നിട്ട് അവനോട് ഡിസൈഡ് ചെയ്യാൻ പറയും. ഇനി നിങ്ങൾ പോയി ചെയ്തോളൂ, ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകരുതെന്നല്ല, നല്ല നല്ല ഹോസ്പിറ്റലുകളിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, നല്ല നല്ല ക്ലിനിക്കുകൾ ഒരുപാട് എറണാകുളത്തുണ്ട്. അപ്പോൾ ഈ ക്ലിനിക്കുകളിൽ പോയി ചെയ്യുമ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ അവരുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ച് അവർ ഒരു ഓതൻറ്റിക് ഡോക്ടർ തന്നെയാണ് അവർ വെക്കുന്നത് അവിടെ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞ പോലെ ഒരു ഡോക്ടറുടെ ലൈസൻസ് വെച്ച് ലൈസൻസ് ഇല്ലാത്ത ടെക്നീഷ്യൻസ് അല്ല എല്ലായിടത്തും ചെയ്യണം. അങ്ങനെ നടക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ പറ്റും. നമ്മളിത് പിന്നെ അത് മൈലേജ് ആക്കാൻ വേണ്ടി കുറെ ബ്ലോഗേഴ്സ് വരും. അതെ, അവർ കുറെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇടും. നമ്മൾ വിശ്വസിക്കും, കുറെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിച്ചെടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ ഒരാളോട് ചോദിക്കുക, നിങ്ങളെ മനസാക്ഷിയിൽ തൊട്ട് പറയാ, ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചോ ഇല്ലയോ എന്ന്. പക്ഷെ എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തപ്പോൾ വേദനിച്ചില്ല, കാരണം ആ ഷവർ പോലെയാണ് എനിക്ക് ലോക്കൽ അനസ്തേഷ്യ എന്നത്. ഈ ലോക്കൽ അനസ്തേഷ്യക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ചാക്കോ സാറ് 2 ദിവസം ലോക്കൽ അനസ്തേഷ്യ തന്നിട്ടാണ് എൻ്റെ പ്രൊസീജിയർ ചെയ്തത്. ഈ 13 സർജറിയിൽ 11 ജനറൽ അനസ്തേഷ്യ. ഓപ്പറേഷൻ ടൈമിൽ നമ്മൾ ബോധം പോയി കഴിഞ്ഞാൽ ഈവനിങ് ആണ് പിന്നെ നമ്മൾ സെഡേഷൻ മാറി വരണത്. അപ്പോൾ അത്രയും നമ്മളിന്ന് പിന്നെ അത് ഈ അനസ്തേഷ്യ കഴിഞ്ഞിട്ടുണ്ടാവുന്ന നോസിയ, വോമിറ്റിങ്, അതിൻ്റെ ഗിഡിനെസ് ഒക്കെ മാറണമെങ്കിൽ എത്രയോ ഇത് പിടിക്കുമെന്നറിയോ? ശരിക്കും ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇതെന്തായാലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ എൻ്റെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, ഇതെൻ്റെ സോളിൻ്റെ ഒരു പാർട്ടായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ എടുത്ത സോള് ചിലപ്പോൾ ഇതിൻ്റെ സോള് ഇതുവരെ ഹോസ്പിറ്റലൈസ് ആവുകയോ ഒരു ദിവസം പോലും അടങ്ങിയോ ഒരിടത്ത് റെസ്റ്റ് എടുക്കാതെ ഇരുന്ന ഞാനാണ് ഇത്രയും നാൾ കണ്ടിന്യൂസ് ഇതുപോലെ ബെഡ് റിഡനായി കിടന്നത്. അല്ല, ഇത്ര അറിവുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാം. എത്രയോ പാവങ്ങളുണ്ടാവും ഇങ്ങനെ പോയി ചെയ്തിട്ടുണ്ട്, അവരൊരു ആഗ്രഹം കൊണ്ട് പോയി അവർക്കിത് മിണ്ടാൻ പോലും. പിന്നെ ഈ പറഞ്ഞ വേറൊരാളായിരുന്നുവെങ്കിൽ ഇവർ പറഞ്ഞിട്ട് സാർ കുഴപ്പമില്ല 13-ാം തീയതി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ആളുണ്ടാവില്ല. ഇപ്പം ഞാൻ 10-ാം തീയതി ഹോസ്പിറ്റലൈസ് ആയി, 10-ാം തീയതി മുതൽ ആൻറ്റിബയോട്ടിക്സ് ഇൻഫെക്ഷന് വേണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവർ എൻ്റെ സ്റ്റിറോയിഡ് എടുത്ത് കൂടിയ ഡയബറ്റിക്കിനെ അവർ കൺട്രോൾ ചെയ്തു. ഇപ്പം എൻ്റെ എല്ലാ ഡിസ്ചാർജ് സമയം നോക്കിയാൽ കൺട്രോൾഡ് ഡയബറ്റിക്നാണ്. ഞാൻ അഡ്മിറ്റായ സമയത്ത് മാത്രം അൺകൺട്രോൾഡ് ഡയബറ്റിക്സ് ആണ് അവർ ഒരു റീസൺ കൊടുത്തിരുന്നു സിവിയർ പെയിൻ ആൻഡ് സിവിയർ സ്കാൽപ്പ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അവർ. അത് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. കാരണം ഒരു ലോക്കൽ ക്ലിനിക്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടാണ് ഇത് വന്നതെന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ അഡ്മിറ്റ് ആവണത്. എന്തായാലും വല്ലാത്തൊരു ട്രാജഡിയാണ് താങ്കളുടെ ജീവിതം. താങ്കൾ അത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോഴും താങ്കൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും താങ്കളുടെ മനസ്സിലെ വിഷമം ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചു. അങ്ങനെ എത്ര ദിവസം അടച്ചിട്ട റൂമിലിരുന്ന് ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ടാവും അല്ലേ, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി. എന്തായാലും ദൈവം താങ്കളുടെ കൂടെ ഉണ്ട്, താങ്കളുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ട്. അതിനപ്പുറം ഭാര്യയുടെയും കുട്ടികളുടെ പ്രാർത്ഥന, പിന്നെ താങ്കളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ ആ പ്രാർത്ഥന താങ്കൾ ഇപ്പോൾ ജീവനോടുകൂടി ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണെന്നാണ്. തീർച്ചയായിട്ടും.
ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. താങ്കളുടെ കണ്ണ് നിറയുമ്പോൾ നമുക്കും കണ്ണ് നിറയുകയാണ്. അപ്പോൾ അപ്പോൾ എൻ്റെ താങ്കളുടെ കുടുംബം എന്തുമാത്രം പ്രഷർ ചെയ്ത് അവർ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. താങ്കളെ അറിയിക്കാതെ ഇരുന്നിട്ടേ ഒന്ന് പറയണമെന്നുണ്ടായിരിക്കും, ചേട്ടൻ്റെ അടുത്തൊന്ന് പറയാം, പക്ഷെ പറയാൻ മനസ്സനുവദിക്കില്ല. അപ്പോൾ അത് ഉള്ളിലിട്ട് വൈഫിൻ്റെ ഒരു അവസ്ഥ അത് ആലോചിക്കും. പിന്നെ ഈ 8 സർജറിയും കഴിഞ്ഞതിന് ശേഷമാണ് ചാക്കോ സാറിൻ്റെ അടുത്ത് അഞ്ജു സാർ ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങളിവിടെ വരുമ്പോൾ മരിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് ഇനി നിങ്ങൾ മരിക്കുന്നുള്ളതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട, ഇനി എനിക്കാണ് ആ ടെൻഷൻ, ഇതൊന്ന് ശരിയാക്കി എങ്ങനെ തരും. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഈ റൂമിൽ നിന്നൊന്ന് മാറണം സാറേ, ഈ റൂമിൽ എനിക്ക് ഇനി കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ പിന്നെ റൂം ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഡെയിലി പറയും വൈഫിനോട് ആ ജനലിൻ്റെ കർട്ടൻസൊക്കെ മാറ്റി എനിക്കൊന്ന് ലൈറ്റ് കാണണം, എനിക്ക് പകലും വെളിച്ചവും കാണണം, മഴ കാണണം. അത്രയും ദിവസം ഞാൻ ഇരുട്ട് റൂമിലാണ്, ലൈറ്റ് ഇടില്ല, ടി വി വയ്ക്കില്ല, ഫോണിൻ്റെ റിങ്ങിങ് പോലും കേൾക്കാൻ വയ്യ. വൈഫ് സംസാരിക്കുന്ന പ്രീതി പുറത്തു പോയി സംസാരിക്കൂട്ടെ, എനിക്ക് ഒച്ച കേൾക്കാൻ വയ്യ. അപ്പോൾ അതുപോലെ എന്ന് വെച്ചൊരു നമ്മൾ എന്താ പറയുക, ഇപ്പോൾ സെപ്സിസൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ കിടക്കില്ലേ, ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഇപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററൊക്കെ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ ഫുഡൊക്കെ വാഴയിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് തന്നു. പക്ഷേ ഇവർ ആ വാഴയിലേൻ്റെയൊക്കെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വരിക. അപ്പോൾ നമ്മൾ അത്രയും കെയർ ചെയ്ത് ഓരോ സാധനങ്ങളെ കൊണ്ടുതരും, നമുക്കത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചിലതൊന്നും കഴിക്കാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരുപാടെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഇതുപോലൊരു ട്രാജഡി ആർക്കും വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് താങ്കൾ മുന്നിട്ട് അതാണ് ജനങ്ങളിലേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ, ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങളിൽ ആർക്കും വരരുത്. നിങ്ങൾ ജെനുവിൻ കൈകളിൽ പോയി നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ബ്യൂട്ടി ആയിട്ട് നടക്കുക. ബട്ട് ഇതുപോലെ നമ്മൾ ഈ പറയുന്ന പോലെ പരസ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമവിധേയമായ വ്യഭിചാരം എന്ന് പറയാം. കാരണം ഇത് ചെയ്തവനും ആയിരിക്കില്ല, കണ്ടവനും കേട്ടവനും ആയിരിക്കില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ പരസ്യത്തിൽ ഞാനുൾപ്പെടെ പ്രത്യേകിച്ച് മലയാളികൾ ഇങ്ങനത്തെ പരസ്യങ്ങളിലും ഇങ്ങനത്തെ ഇതിലും പെട്ടെന്ന് നമ്മൾ അട്രാക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെ പറ്റിയൊരു ട്രാജഡിയാണ്. ബട്ട് എന്തായാലും ഇപ്പോൾ ഏതാൾ ചെയ്താലും നമുക്ക് ന്യായവും നീതിയും നിയമവും സത്യമെല്ലാം ഉണ്ട്. അപ്പോൾ ഏതറ്റം വരെ പോയി ഞാൻ ഈ നീതിക്ക് വേണ്ടി പോരാടും. തീർച്ചയായിട്ടും ആ നീതിക്കുള്ള പോരാട്ടത്തിൽ ഞങ്ങളും ഉണ്ടാവും കൂടെ. ഓക്കെ, ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. ഇതൊരു പാഠമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ സൗന്ദര്യവർദ്ധനവിനൊക്കെയായിട്ട് പല സ്ഥലങ്ങളിൽ പോകും. പക്ഷെ അത് നമ്മൾ പരസ്യം കണ്ട് പോകുമ്പോൾ നമ്മുടെയാണ് ശരീരം, നമ്മുടെയാണ് ബോഡി എന്ന് മനസ്സിലാക്കി നല്ല സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് പോയാൽ ഇതൊന്നും ഉണ്ടാവില്ല. അതിനൊരു തെളിവാണ് ഈ സണ്ണിൽ എൻ്റെ അടുത്തിരിക്കുന്നത്. മരിച്ചിട്ട് രണ്ടാമത് ജീവിച്ചു. എല്ലാ ദുഃഖങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഇദ്ദേഹം വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. 2 പെൺമക്കളാണ്, അവരുടെ കൂടെ നല്ല രീതിക്ക് ജീവിക്കാനുള്ള ഭാഗ്യം ഇനിയും ഉണ്ടാകും. ഇത്ര നാൾ ജീവിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഭാഗ്യവാനായി താങ്കൾ മാറണം. അത് കാണാൻ ഞങ്ങളെപ്പോലെ എല്ലാവർക്കും ഭാഗ്യമാണ്. ഒത്തിരി സന്തോഷം. ഞങ്ങൾ കൂടെ ഉണ്ടാവും, പ്രാർത്ഥനയ്ക്കും കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്.